നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 100 വർഷം പൂർത്തിയാക്കുന്ന ഒരു സംഘടനയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരവും അതേസമയം അതിശയകരമായ അതിജീവനശേഷിയുള്ളതുമായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച്. നമുക്ക് തുടങ്ങേണ്ടത് തന്നെ ഒരു വലിയ വൈരുദ്ധ്യത്തിൽ നിന്നാണ്. അതായത്, ഒരു വശത്ത് പ്രധാനമന്ത്രി മോദി തൊട്ട് ബോളിവുഡ് താരങ്ങൾ വരെ പുകഴ്ത്തുന്ന ഒരു സംഘടന, മറുവശത്തോ ചരിത്രത്തിൽ 3 തവണ നിരോധിക്കപ്പെട്ട ഒന്ന്. എന്തൊരു കോൺട്രാഡിക്ഷനല്ലേ? അപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതായത് RSS, എങ്ങനെ ഇന്നത്തെ ഈ ഒരു നിലയിലെത്തി? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ചരിത്രമാണിത്. ഈ ടൈം ലൈൻ കണ്ടാൽ തന്നെ മനസ്സിലാവും, RSSന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. എത്രയോ പ്രതിസന്ധികളാണ് അവർ നേരിട്ടത്. ഓരോ തവണ നിരോധിക്കുമ്പോഴും അതവരുടെ ചരിത്രത്തിലെ ഓരോ നിർണായക നിമിഷങ്ങളായി മാറി. പക്ഷേ കാലം മുന്നോട്ടു പോയി. ഇന്നത്തെ അവസ്ഥ നോക്കൂ. പണ്ട് കണ്ട പോലെയേ അല്ല. ഇവർക്ക് കിട്ടുന്ന ഒരു മുഖ്യധാര അംഗീകാരവും ആഘോഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ മുമ്പെങ്ങുമില്ലാത്ത അത്രയും വലുതാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇതെങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെയാണ് ഇത്രയധികം വളർന്നത്? അതിന് നമ്മൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയെക്കുറിച്ചറിയണം. അവരുടെ കോർ ഫിലോസഫികളിൽ ഒന്ന്. RSSന് ആളുകളോട് ഇടപഴകാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണത്. ആദ്യം അപരിചിതരെ പരിചയക്കാരാക്കുന്നു, പിന്നെ ആ പരിചയം സൗഹൃദത്തിലേക്ക് വളർത്തുന്നു, അവസാനം ആ സൗഹൃദം അവരെ ഒരു സ്വയംസേവകനാക്കി മാറ്റുന്നു. സിമ്പിൾ. ഹരിയാനയിലെ ഒരു RSS പ്രചാരകൻ പറഞ്ഞ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇത് അവരുടെ ലോകവീക്ഷണം എന്താണെന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് സ്ഥിരം ശത്രുക്കളില്ല. ഒന്നുകിൽ കൂടെയുള്ളവർ, അല്ലെങ്കിൽ നാളെ കൂടെ വരാൻ പോകുന്നവർ, അത്രയുള്ളൂ. പക്ഷേ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ എഞ്ചിൻ എന്താണെന്നറിയോ? അതാണ് ഏറ്റവും രസകരം. അത് അവരുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്, ഒരു വഴക്കം. ഇപ്പോ രാഷ്ട്രീയം തന്നെ നോക്കാം. ഒരു കാലത്ത് MS ഗോൾവാൾക്കറെ പോലുള്ള നേതാക്കൾ രാഷ്ട്രീയത്തെ ഒരു സ്ഥിരം ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നോക്കൂ, BJPയുടെ രാഷ്ട്രീയ ശക്തിയിൽ നിന്ന് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. അതവർ പരസ്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും. പണ്ട് ഗോൾവാൾക്കർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ആന്തരിക ശത്രുക്കൾ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ മേധാവി മോഹൻ ഭാഗവത് ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് പരസ്യമായി തന്നെ അകലം പാലിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് അതിന് പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മനസ്സിലായില്ലേ? ഒരു കടുംപിടുത്തമല്ല, മറിച്ച് ഈ ഒരു പ്രത്യേക ശാസ്ത്രപരമായ ഡൈനാമിസം, ഈ ഒരു ചലനാത്മകത, അതാണ് ഒരു നൂറ്റാണ്ടുകാലം ഈ സംഘടനയെ നിലനിർത്തിയതും വളർത്തിയതും. ആദിവാസി സ്വത്വം, ജാതി സെൻസസ്, ഇതുപോലുള്ള വിഷയങ്ങളിൽ പോലും അവരുടെ നിലപാടുകൾ കാലത്തിനനുസരിച്ച് മാറുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ മാറ്റം അല്ലെങ്കിൽ പരിണാമം എന്ന ആശയം അത്ര പുതിയതൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ RSSനോട് മാറാൻ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു, ഒരു വെല്ലുവിളി പോലെ. നമ്മൾ പോകുന്നത് 1977ലേക്കാണ്. അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം. അന്ന് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായൺ RSSനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം അവരെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ പേര് ഹിന്ദു സ്വയംസേവക സംഘം എന്നല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ശക്തിയായി നിങ്ങൾ മാറണം. ഇന്ത്യയിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഹിന്ദു സമൂഹത്തിനകത്തുള്ള അനീതികൾക്കെതിരെ സംസാരിക്കാനും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സഹഭാരതീയരായി കാണാനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ശരിക്കും അതൊരു ചരിത്രപരമായ ആഹ്വാനമായിരുന്നു. അവരുടെ ഹിന്ദു കേന്ദ്രീകൃതമായ ആശയങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ഒരു യഥാർത്ഥ സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാനുള്ളൊരു കോൾ. അപ്പോൾ തിരിച്ച് ഇന്നത്തെ കാലത്തേക്ക് വരാം. ആധുനിക ഇന്ത്യയിൽ RSS എവിടെയാണ് നിൽക്കുന്നത്? അവരുടെ പ്രസക്തിയെ സാധൂകരിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഈ അതിജീവനത്തിന് ഒരു വിശദീകരണമായി ലിൻഡി ഇഫക്റ്റ് എന്നൊരു തിയറിയുണ്ട്. വളരെ സിമ്പിളാണ്. ഒരാശയം അല്ലെങ്കിൽ ഒരു സംഘടന എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം കൂടി അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 100 വർഷം അതിജീവിച്ചതുകൊണ്ട് ഒരുപക്ഷെ അടുത്ത 100 വർഷം കൂടി അതിജീവിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇന്ന് RSSന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഉദാഹരണത്തിന്, അതൊരു സാംസ്കാരിക നങ്കൂരമാണെന്ന് പറയുന്നു. രാജ്യത്തിനൊരു ഐക്യം നൽകുന്നു. അവരുടെ അനുബന്ധ സംഘടനകൾക്ക് വേണ്ട നേതാക്കളെ വളർത്തിയെടുക്കുന്ന ഒരു ഹിന്ദു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ പ്രവർത്തിക്കുന്നു. പലതരം ഹിന്ദു വിഭാഗങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നു. പിന്നെ ഇന്നത്തെ ഈ ഏകാന്തതയുടെ കാലത്ത് അവരുടെ ശാഖാ സംവിധാനം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നും വാദിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ RSS ഇല്ലായിരുന്നെങ്കിൽ ഈ റോലുകളൊക്കെ ചെയ്യാൻ നമ്മൾ വേറെ വഴികൾ കണ്ടെത്തേണ്ടി വന്നേനെ. അപ്പോ 100 വർഷത്തെ അതിജീവനത്തിനും മാറ്റങ്ങൾക്കും ശേഷം
RSS അതിന്റെ അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ത്യയിലെ സാമൂഹികമായ ഭിന്നതകൾ ഇല്ലാതാക്കാനും ഈ വൈവിധ്യമാർന്ന രാജ്യത്തെ ഒന്നിപ്പിക്കാനും അവർക്ക് സാധിക്കുമോ? അതുതന്നെയാണ് RSSനും ഇന്ത്യയ്ക്കു മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം.